സൂര്യ അണ്ണയുടെ കറുപ്പ് എന്ന പടം தியேட்டரில் பார்த்தாச்சு. ஆர்ஜே பாலாஜி அண்ணா என்ன சார் பண்ணி வச்சிருக்கிற? இந்த படத்துக்கு സോഷ്യൽ മീഡിയാവിൽ വൻ പോസിറ്റീവ് റിവ്യൂ എല്ലാം பார்த்தாச்சு. ആനാ പടം എനിക്കൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് അനുഭവപ്പെട്ടെ. സൂര്യയുടെ കറുപ്പ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ആകെ രണ്ട് പോസിറ്റീവ് ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഇന്ദ്രൻ സേട്ടൻ്റെ പ്രകടനം. പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ സീനുകളിലും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് സൂര്യയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗുമാണ്. പുള്ളിയുടെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി അത് നല്ല രസമായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്വാഗ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ പുള്ളിനെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു സിനിമയിൽ. പുള്ളിയുടെ ചില കുറച്ച് ആക്ഷൻ സീക്വൻസുകളും ആ ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമയിൽ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു മാസ് തട്ടുപൊളിപ്പൻ ആക്ഷൻ സിനിമയാണ്. തമിഴ് സിനിമകളിൽ നമ്മളൊരു 10 കൊല്ലം മുമ്പ് കണ്ടിരുന്ന ഒരു സെയിം ടെംപ്ലേറ്റഡ് ഒരു ആക്ഷൻ എന്റർടൈനർ മൂവിയാണിത്. പക്ഷേ സിനിമയിലെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ഒരു കോടതി, ആ കോടതിയിൽ മൊത്തം അഴിമതിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നീതി തേടി വരുന്ന സാധാരണക്കാർക്ക് ഒരിക്കലും നീതി കിട്ടുന്നില്ല. ആ കോടതി വളപ്പിലൊരു കറുപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ നീതി കിട്ടാതെ വരുമ്പോൾ ഈ കറുപ്പനെ പ്രാർത്ഥിക്കുന്നതും പിന്നീട് കറുപ്പ് സ്വാമി ഇവരുടെ രക്ഷകനായിട്ട് അവതരിക്കുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. നമ്മുടെ സൂര്യാണ്ണനാണ് കറുപ്പൻ സ്വാമിയായിട്ട് വരുന്നത്. അപ്പൊ ഈ സിനിമ ശരിക്കും അവരൊരു സ്പൂഫ് ഫിലിമായിട്ടാണോ എടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കുറെ സ്ഥലങ്ങളിൽ കുറെ കോമഡിയൊക്കെ വരുന്നുണ്ട്, കുറെ സ്ഥലങ്ങളിൽ സ്പൂഫായിട്ട് വരും, കുറെ സംഭവങ്ങൾ ദൈവത്തിന്റെ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് എല്ലാം കൂടി മിക്സ് ആക്കിയ ഒരു അവിയല് സിനിമയായിട്ടാണ് കറുപ്പ് എടുത്തു വെച്ചിരിക്കുന്നത്. ആർജെ ബാലാജി ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെ ഈ സിനിമയിൽ വില്ലന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസും ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ നായികയായിട്ട് വരുന്നത് തൃഷ കൃഷ്ണനാണ്. ജസ്റ്റ് പേരിനൊരു നായിക എന്നുള്ളൊരു സംഭവമാണ്. ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല പെർഫോമൻസ് ഒന്നും. പിന്നെ നടരാജൻ സുബ്രഹ്മണ്യമാണ് ഈ സിനിമയിൽ ഒരു ജഡ്ജിന്റെ വേഷത്തിൽ വരുന്നത്. പുള്ളി പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ സ്വാസികയുണ്ട്, ശിവത, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ജസ്റ്റ് വരുന്നു പോകുന്നു എന്ന് മാത്രം. സായി അഭ്യങ്കർ ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിനിമയുടെ BGM മ്യൂസിക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ സൂര്യക്ക് ഒരു ഫാൻ സർവീസ് എന്ന രീതിയിലാണ് ആർജെ ബാലാജി ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വർക്കായി എന്നല്ലാതെ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.